ഹായ് ഹലോ ലിറ്റിൽ ഹാപ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതേപോലെ തയ്യലൊന്നും പുറത്ത് കാണാത്ത രീതിയിൽ നമുക്ക് എങ്ങനെ സ്ലിറ്റ് ചെയ്തെടുക്കാൻ നോക്കിയാൽ നമ്മൾ ആ സിഗരറ്റ് പാൻറ്റിലൊക്കെ സ്ലിറ്റ് ചെയ്യുന്ന നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരാണെങ്കിൽ അത് പോയി ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ തയ്യൽ പുറത്ത് കാണാതെ എങ്ങനെ ചെയ്തെടുക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോ. അപ്പം ഞാൻ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യേണ്ട ആ ഒരു ലൈൻ ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് ഡ്രോ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ആ ഒരു ലൈൻ ഇട്ട ആ ഒരു ഭാഗത്തോടെ കൂടി നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമുക്ക് ആ ഒരു എൻഡിൽ എത്രയാണോ നമുക്ക് സ്ലിറ്റ് വേണ്ടത് അത്രയും ഭാഗം വിട്ടിട്ട് വേണം നമ്മളത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. അതിനുശേഷം നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ തയ്യൽ തുമ്പും രണ്ട് സൈഡിലേക്കാക്കിയിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട്. അതിന് മുന്നേ ആയിട്ട് നമ്മൾ ആ ഒരു പാൻറ്റിൻ്റെ ബോട്ടം സൈഡ് ജസ്റ്റ് ഒന്ന് മടക്കി ഒരു വട്ടം മാത്രം മടക്കി ഒന്ന് തയ്യലിട്ട് കൊടുക്കാം. അത് രണ്ട് സൈഡിലും അതേപോലെ തന്നെ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് എത്രയാണോ ആ ഒരു സ്ലിറ്റ് വേണ്ടത്, എത്രയാണോ ഫോൾഡ് ചെയ്ത് വെക്കേണ്ടത് അത്രയും ഭാഗം ഒന്ന് ഫോൾഡ് ചെയ്ത് ഇത് നമ്മൾ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഒന്ന് ഫോൾഡ് ചെയ്ത് കറക്റ്റായിട്ട് രണ്ട് സൈഡും ഒരേ പോലെ നിൽക്കണം. അങ്ങനെ കറക്റ്റായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. പ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിനകത്ത് ജസ്റ്റ് ആ ഒരു ഫോൾഡിൻ്റെ ആ ഒരു മടക്ക് വരും, ഒരു പ്ലസ് പോലെ വരും. ആ ഒരു ഭാഗം ജസ്റ്റ് ഒന്ന് ഞാൻ വരച്ച് കാണിക്കുന്നുണ്ട്. അതിന് ശേഷം സ്കെയിൽ ഉപയോഗിച്ച് ഇതേപോലെ ക്രോസ് ആയിട്ടൊന്ന് ലൈൻ ഇട്ട് കൊടുക്കാം. ലൈൻ ഇട്ട് കൊടുത്തിട്ട് അതിന് ഇപ്പുറത്തെ വശത്ത് നമുക്ക് കുറച്ചൊന്ന് തയ്യൽത്തും വേണം. അത് കഴിഞ്ഞിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. പിന്നീട് സ്ക്രീനിൽ കാണുന്നത് പോലെ തന്നെ ഒരു ഭാഗം എടുത്തിട്ട് ഇതേപോലെ ക്രോസായിട്ട് മടക്കി സ്റ്റിച്ചിട്ട് കൊടുക്കുക. അതേപോലെ തന്നെ മറുഭാഗവും നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. സ്റ്റിച്ചിട്ട് കൊടുത്തതിന് ശേഷം അതിനുശേഷം ആ കോർണറൊക്കെ ഒന്ന് വരുന്നത് നമുക്ക് ജസ്റ്റ് ഒരു ഷാർപ്പ് എൻഡ് വെച്ചിട്ട് ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ആ ഒരു ഫോൾഡും ഒക്കെ ഒന്ന് ജസ്റ്റ് അയൺ ചെയ്ത് കൊടുത്താൽ നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടും. ഇത് ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇനിയും ഉണ്ട്. നമുക്ക് അകത്ത് ഭാഗം കണ്ടോ കറക്റ്റ് ആ ഒരു നമ്മൾ ഫോൾഡ് ചെയ്തത് ഓപ്പൺ ആയി കിടക്കുകയാണ്. അപ്പോൾ നമുക്കത് ക്ലോസ് ചെയ്തെടുക്കണം. അതിനായിട്ട് നമ്മൾ ഫ്യൂസിങ് ടേപ്പാണ് ഉപയോഗിക്കുന്നത്. ഫ്യൂസിങ് ടേപ്പ് അകത്തോട്ട് വെച്ച് മിക്കവർക്കും അറിയാം ഇങ്ങനത്തെ ഒരു സംഭവത്തിനെക്കുറിച്ച്. അപ്പം ആ ഒരു ടേപ്പ് അകത്തോട്ട് വെച്ച് ജസ്റ്റ് ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുക. അയൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സ്ലിറ്റ് കിട്ടും. എളുപ്പത്തിൽ പണി കഴിയുകയും ചെയ്യും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് ഏറ്റവും പ്രയോജനപ്പെട്ട ഒരു വീഡിയോ ആണ്. മാക്സിമം ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.